റിൻസി ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അപ്പോൾ ദാസിയോട് ചേർന്ന് നമുക്ക് ദൈവസന്നിധി സന്തോഷിക്കാം. അതിനുവേണ്ടി സിസ്റ്റർ റിൻസി ഈനോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയം ഒരു പ്രാവശ്യം കൂടെ ഈ പ്രയർ ലൈൻ കൂടെ ദൈവമക്കളോട് ചേർന്ന് എൻ്റെ വലിയവനാകുന്ന ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും എൻ്റെ കർത്താവ് അനുവദിച്ചു തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പഴയ പാട്ടാണ് ഞാൻ പാടുന്നത്. വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി, നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ മരുവിൽ. മാറാജലം ഞാൻ കുടിച്ചിടിലും കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും മാധുര്യമേറിയിടുന്ന നിൻ വചനം എന്നാവിനതേ അതിമധുരം തന്നെ, എന്നാവിനത് അതിമധുരം തന്നെ. മരുഭൂമിയിൽ സിയോൻ സഞ്ചാരി ഞാൻ, മൽപ്രാണിനെ നോക്കി ഞാൻ യാത്ര ചെയ്യും. ക്ഷീണിച്ചു ഞാൻ വിവശനായി തീർന്നിടുമ്പോൾ ശക്തിമാന്മാർ ഭക്ഷണം നൽകുന്ന ക്ഷേണത്തിൽ, ശക്തിമാന്മാർ ഭക്ഷണം നൽകുന്ന ക്ഷേണത്തിൽ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. മരണയോദ്ധാൻ എനിക്കെതിർപ്പെടുമ്പോൾ മരണത്തെ ജയിച്ചവനനുദിനവും. മരണയോർദാൻ എനിക്കെതിർപ്പെടുമ്പോൾ മരണത്തെ ജയിച്ചവനനുദിനവും. മാറാത്തവനായി എനിക്കുള്ളതിനാൽ, മാറാത്തവനായി എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ പാടും ഞാനാ നിമിഷം. ഹല്ലേലൂയ പാടും ഞാനാ നിമിഷം. ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഓടുവിലൻ പ്രിയന്റെ കൂടെ വാഴും, ഓടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴ്ത്തി പുകഴ്ത്തിയിടും തൻ പുതുഗാനങ്ങൾ, വാഴ്ത്തി പുകഴ്ത്തിയിടും തൻ പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ, നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ മരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാനീ മരുവിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശയുടെ ഒരു പാട്ട് പാടുവാൻ കർത്താവേ ബലപ്പെടുത്തിയല്ലോ. അത് തന്നെ നമ്മുടെ പ്രത്യാശയായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നാടിനോട് നമ്മൾ ഓരോ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നാലും, കഷ്ടമോ ദുഃഖമോ ഭാരമോ നിരാശ വന്നാലും, നമ്മുടെ പ്രത്യാശ പുതുക്കി അതൊക്കെ മാറുന്ന ദിവസം ഏറ്റവും അസന്നമാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
അടുത്തതായിട്ട് അല്പസമയം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ജീവന്റെ വചനം ഇന്ന് രാത്രി കാലം അത് ഭക്ഷിച്ച് നമ്മുടെ ഉദരം നിറച്ച് വരും ദിവസങ്ങളിൽ നമ്മുടെ തലമുറകൾക്കും പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ വഴികാട്ടിയായ ദൈവത്തിന്റെ വചനം പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായി ഇരിക്കുവാൻ ഇന്ന് രാത്രി കാലം ഇടയാക്കട്ടെ. വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏകാഗ്ര ചിന്തയോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ പാസ്റ്റർ ബോബ് ക്ലീറ്റസിനെ ഒക്ലഹോമ പ്രയർ ലൈനിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Hallelujah. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമം ഇന്ന് ഈ സമയം നമ്മൾ നിമിത്തം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥന മുഴങ്കാലിൽ വിഷയങ്ങളുമായി ദൈവത്തിലേക്ക് അടുത്തു വരുന്ന ഈ ഒരു കൂട്ടത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് മാനിക്കട്ടെ. വീഡിയോ വിഷയം കൊണ്ട് പ്രാർത്ഥിപ്പാനും ദൈവത്തിലായിരിക്കാനും ഇത്രത്തോളം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഈ ഒക്ലഹോമ പ്രയർ ലൈനിലേക്ക് ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ആദ്യം തന്നെ എന്റെ കർത്താവ് സകല മാനവമുഖത്വം അർപ്പിക്കുകയാണ്. വിശ്വശാൽ എന്നെ ഈ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ പ്രയർ ലൈനിലേക്ക് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് അവസരമൊരുക്കിയ സാക്ചറിയാൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇന്ന് ഈ യോഗ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പാട്ട് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവദാസിമാരെ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. വചനം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥനയിലും മറ്റും പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പേര് പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് വാക്കുകൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സമയബന്ധിതമായി താല്പര്യപ്പെടുന്നു. എന്റെ പേര് ഇവിടെ ഉച്ചരിച്ചതുപോലെ ബോബൻ ക്ലീറ്റസ് എന്നാണ്. എന്റെ സ്വന്തം സ്ഥലം കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ തന്നെ ചവറ എന്ന് പറയുന്ന കായലോര പ്രദേശമാണ്. അഷ്ടമുടി കായലിന്റെ പരിസരമാണ് എന്റെ സ്ഥലം. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് IPC പുനലൂർ സെൻട്രൽ വിളക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. പുനലൂരിനും കൊട്ടാരക്കരയ്ക്കും ഇവിടെ യാത്ര ചെയ്യുന്ന ഇളമ്പല്ല സമയവുമായ വിളക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ IPC സഭയുടെ ശുശ്രൂഷകനായി കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. എന്റെ വൈഫിന്റെ പേര് മഞ്ജു. എനിക്ക് 2 പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളുണ്ട്. +1 പഠിക്കുന്ന മൂത്തയാള് അക്സ, 8ാം ക്ലാസ്സിൽ അബിയ എന്ന ഇളയ മകൾ പഠിക്കുന്നു. ഞാൻ കുറെ നേരമായി ഇതിൽ പങ്കെടുത്തത് കൊണ്ടും ഇതിനെക്കുറിച്ച് ഈ ഒക്ലഹോമ പ്രയർ ലൈനെ കുറിച്ച് കേട്ടും ഒക്കെ എനിക്ക് നല്ല അറിവുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുന്ന പ്രയർ ലൈനുകളിൽ വെച്ച് നല്ല ശക്തമായ ഒരു പ്രയർ ലൈൻ കൂട്ടായ്മ തന്നെയാണ്. അത്തരത്തിൽ ഞാൻ ആദ്യമേ എന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ശുശ്രൂഷയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഞാൻ ശുശ്രൂഷിക്കുന്ന എന്റെ സഭയും ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് തന്നെ ഞാൻ ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കർത്താവിന്റെ മാറ്റമില്ലാത്ത വേല ആ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ ലഭിച്ചതൊരു ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ തന്നെ ലജ്ജിപ്പാൻ വകയില്ലാതെ കർത്താവിന്റെ വേല ശക്തമായി ചെയ്യുവാൻ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുടെ പിൻബലം വേണം. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളുമായി അപേക്ഷിക്കുന്നു. എന്നെയും കുടുംബത്തെയും ശുശ്രൂഷകളെ വഹിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഇപ്പോൾ വിസിറ്റിങ്ങിനായി വന്ന് ഒക്ലഹോമയിൽ ഉണ്ട്. 1-2 ആഴ്ചകളിൽ സെപ്റ്റംബർ 1, 2, 3 തീയതികൾ വരെ ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അന്നേരം ഇവിടെ ആയിരിക്കുമ്പോഴുള്ള മീറ്റിംഗ് അവസരങ്ങളെല്ലാം ഓർത്ത് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. എല്ലാവരുമായി ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ എനിക്കും ദൈവത്തിന്റെ വചനം അഥവാ വിശുദ്ധ വേദപുസ്തകമുള്ള ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അന്തസ്സത്വം ആലോചനയും തിരിച്ചറിയാൻ കഴിയാതെ അടച്ചുവെച്ച് അതിനെ വേദപുസ്തകത്തിൽ ഒരു ആരാധ്യ വസ്തുവായിട്ട് മാത്രം കണ്ടെടുത്തുന്ന അതിനകത്തളത്തിൽ ആലോചന അടങ്ങിയിട്ടുണ്ടെന്ന നിലയിൽ ഇത് തുറക്കുവാനും അതിൽ കൂടെ കർത്താവിനെ അറിയുവാനൊക്കെ കഴിഞ്ഞ ആ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ വാത്സല്യ കൂടപ്പുറത്ത് പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയുന്നു, ദൈവത്തിന്റെ വചനം നാം ഏത് സ്ഥിതിയിലും ഏത് സാഹചര്യത്തിലിരുന്നാലും ആ വചനത്തിന് നമ്മോട് സംസാരിക്കാനും നമ്മളെ സ്പർശിക്കാനും കഴിയും. 23-ാം സങ്കീർത്തനത്തിലെ ഇടയനും ആടും തമ്മിൽ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ആട് എന്ന സ്ഥലത്ത് നമ്മളെ കാണാൻ ശ്രമിച്ചാലേ അവിടുത്തെ ആ വാക്യങ്ങൾ നമുക്കുള്ള വാക്യങ്ങളായും അതിലെ ദൂതുകൾ നമുക്കുള്ള ദൂതായും തീരുകയുള്ളൂ എന്നതുപോലെ നാം കേൾക്കുന്ന വചനത്തിൽ നമ്മളുണ്ടോ, നമ്മളെക്കുറിച്ച് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാൻ, സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ, അത് ചെയ്യാനും തയ്യാറാകുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. ഞാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയോട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് വിശേഷാൽ ഒരു സുവിശേഷക നിലയിൽ പറയുന്നു, ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് വലിയൊരു പുതുക്കപ്പെടൽ ഉണ്ടാകാൻ, ഒരു വലിയ റിവൈവൽ, വലിയൊരു ഉണർവുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. പ്രസംഗം കൊണ്ടും എഴുത്തുകൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും കഴിയാത്തത് ഞാൻ വിശ്വസിക്കുന്ന മുഴങ്കാലിൽ പ്രാർത്ഥന ദൈവമക്കൾക്ക് ഒരു കാലഘട്ടത്തെയും ഒരു രാജ്യത്തിന്റെ സ്ഥിതി വരെ മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു പുതിയ നവോത്ഥാനത്തിന്റെ ഒരു മുഖച്ഛായ വരുത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ആ കാര്യത്തിലും ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവമക്കളുടെ പ്രാർത്ഥന വളരെയധികം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദിവസത്തിലിരിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ആത്മീക ദൂതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാനൊരു വാക്യം വായിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കട്ടെ. 143 സങ്കീർത്തനത്തിന്റെ ആ 10ാമത്തെ വാക്യം. എല്ലാവരും വേദപുസ്തകം വളരെ പരിചിതമായിട്ടുള്ള ആ വ്യക്തിജീവിതങ്ങളായതിനാൽ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഒരു വാക്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. 143:10 ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. അടുത്ത വരി, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം ഉദ്ധരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. ഇവിടെ പ്രാർത്ഥനയാണ് ഈ വാക്യത്തിൽ ധ്വനിക്കുന്നത്. ഒരു ഭക്തന്റെ പ്രാർത്ഥന, എന്നെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം എന്നറിയാമോ? ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്റെ വിഷയം പ്രാർത്ഥനയല്ല കേട്ടോ, എന്നാൽ പറഞ്ഞു തുടങ്ങട്ടെ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. ഇത് ഒരു പ്രാർത്ഥനയാണ്, ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ട വാക്യം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ പ്രാർത്ഥന ഈ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കർത്താവേ, എനിക്ക് നിന്നോട് യാചിക്കാനുള്ളത് എന്നെ പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കണമെന്ന് പറയണമെങ്കിൽ തന്നെ അറിയില്ല എന്ന് സമ്മതിക്കാൻ തയ്യാറാകണം. ഒരു അധ്യാപകന്റെ മനസ്സുമായി ഇരിക്കുന്നവനൊന്നും പഠിക്കാൻ കഴിയില്ല. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുമായിരിക്കുന്നവന് എന്തും പഠിക്കാൻ കഴിയും. ഒരു നല്ല അധ്യാപകൻ, ഉപദേഷ്ടാവാകണമെങ്കിൽ തന്നെയും നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് അറിവില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥന ഉരുത്തിരിഞ്ഞു വരുന്നത്. എനിക്കറിയാത്ത എന്താണെന്നറിയാമോ? നിന്റെ ഇഷ്ടം ചെയ്യാൻ എനിക്കറിയില്ല. പ്രാർത്ഥിക്കും, ദൈവമേ, അത് ദൈവം തന്നെ എന്നെ പഠിപ്പിക്കണം. അതിന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള വലിയൊരു വാഞ്ച നമുക്കതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, അതെന്നെ പഠിപ്പിക്കണം. ഇനി ആ വാക്യം കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം. അടുത്ത വരി, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ആ വാക്യം സൂക്ഷ്മമായി ശ്രദ്ധിച്ച്, എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം. അവിടെ പറഞ്ഞു, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. കണ്ടോ, നീ എന്റെ ദൈവമാ, അതിന് സംശയമില്ല. അടുത്ത വരി, നിന്റെ നല്ല ആത്മാവും നല്ലതാണ്. എനിക്കതിനകത്തും രണ്ടു പക്ഷമില്ല, വ്യത്യസ്ത അഭിപ്രായമില്ല. അതിന് ദൈവം എന്റെ ദൈവമാണെന്നതിനകത്ത് സംശയമില്ല. ആത്മാവും നല്ലതാണെന്നതിന് എനിക്ക് സംശയമില്ല. പക്ഷെ അവിടെ ഒരു കാര്യം, ഒരു നിർഭാഗ്യത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ അറിയില്ല. അതിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമേ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അത് പോരാ, എനിക്കത് പോരാ. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്, എനിക്കത് പോരാ. അതാണ് ആ പ്രാർത്ഥന നിൽക്കുന്നത്. ദൈവമേ, നീ എന്റെ ദൈവമാ. അതൊരു മതപരമായ അറിവാണ്. ദൈവത്തിന്റെ ആത്മാവ് നല്ലതാ, അത് നല്ല അറിവാണ്. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്കത് പോരാ. എനിക്ക് നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തണം. എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം. അതിന് ദൈവത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പലപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. എന്റെ ദൈവമാണെന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. ആത്മാവെന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ
മിക്കവരുടെയും ക്രിസ്ത്യൻ ജീവിതം സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നാൽ അതിനും അപ്പുറം ഒരു പടിയും കൂടെ കടന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പോരാ, ദൈവം എന്റെ ദൈവമാണെന്ന് മാത്രമുള്ള വാക്കാൽ പറയുന്ന ഒരു സ്ഥിതി പോരാ, ആത്മാവ് നല്ലതാണെന്നോ അത് നേർനിലത്ത് നടത്തുമെന്ന് പറയുന്നത് മാത്രം പോരാ, എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം അറിയണം. ദൈവത്തെക്കുറിച്ചുള്ള പൊതു അറിവിന്റെ അപ്പുറം അതിനപ്പുറം ഒന്നും ഇല്ല എന്ന് പറയുന്നിടത്തുനിന്ന് എനിക്ക് കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്യുക എന്നെ പഠിപ്പിക്കണം. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയല്ല, ദൈവത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയല്ല, ദൈവം എന്റെ ദൈവം എന്ന് പറയാത്തതല്ല, ആത്മാവിനെ കുറിച്ച് അറിയാത്തതല്ല, ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് ഇഷ്ടമെന്ന് അവരവർ തിരിച്ചറിയാത്തതാണ്. ദൈവത്തെക്കുറിച്ച് അറിവുണ്ട്, ആത്മാവിനെ കുറിച്ച് അറിവുണ്ട്, വചനത്തെക്കുറിച്ച് അറിവുണ്ട്, മനഃപ്പാഠ വാക്യങ്ങൾ കാണാതറിയാം, ആത്മീകമായ വചനത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള നിരവധി വാക്യങ്ങൾ അറിയാം, സങ്കീർത്തനങ്ങൾ അറിയാം, പുസ്തകക്രമങ്ങൾ അറിയാം, ആരാധനക്രമങ്ങൾ അറിയാം, വേണമെങ്കിൽ സഭായോഗം തന്നെ നടത്താൻ അറിയാം, ശുശ്രൂഷകൾ ചെയ്യാൻ അറിയാം, പ്രസംഗിക്കാനും അറിയാം. പക്ഷെ ഒരു ചോദ്യം, ദൈവത്തിന് വ്യക്തിപരമായി എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേർ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ദൈവത്തെക്കുറിച്ചുള്ളൊരു പൊതു അറിവിൽ അവസാനിക്കാനുള്ളതല്ല ഒരു ക്രിസ്തീയ ജീവിതം. അതിനപ്പുറം ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായ ഒരു ഇഷ്ടമുണ്ട്, അത് ഇന്നതാണ്. ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായ ഒരു വഴിയുണ്ട്, അത് ഇന്നതാണ്. ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്, അത് ഇന്നതാണെന്ന് എനിക്ക് ഇന്ന് അറിയാം എന്ന് എത്ര പേർക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയും? പഴയ നിയമ കാലഘട്ടത്തിലെയും ബഹുഭൂരിപക്ഷം ഇസ്രായേലിന്റെ പരാജയം, അവർ ദൈവത്തെ അറിയാം. യെശയ്യാ പുസ്തകം 29-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ വെച്ചിരിക്കുന്നു. ആ വാക്യം വളരെ ശക്തമായി ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ വളരെ പഠിക്കേണ്ട ഒരു വാക്യമാണ്. വായ് കൊണ്ട് പറയുന്നതിനപ്പുറം ദൈവമില്ല. ഗ്ലോറിയാമേൻ അന്യഭാഷയൊക്കെ പറയുന്നതിനപ്പുറം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. അതിന് കുറവില്ല, ദൈവത്തെ ബഹുമാനിക്കുന്നതിന് കുറവില്ല. പക്ഷെ ഹൃദയം എവിടുണ്ട്? ഹൃദയം സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു, ഹൃദയം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഹൃദയം സ്വന്തം ആ ഇച്ഛകൾക്ക് വേണ്ടി മാത്രം വിട്ടുകൊടുക്കുന്നു. വാഗൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അവരെ അല്ല കർത്താവ് അന്വേഷിക്കുന്നത്. കർത്താവെ കർത്താവെ എന്ന് വാഗൊണ്ട് വിളിക്കുകയും അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരൊരിക്കൽ കർത്താവിനെടുക്കുന്നു. കർത്താവ് അവരെ കുറിച്ച് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അന്നേരം വാഗൊണ്ട് ബഹുമാനിക്കുന്ന, അധരം കൊണ്ട് ബഹുമാനിക്കുന്നവരെ അല്ല കർത്താവിന് ഇഷ്ടം. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണം, വാഗൊണ്ട് ബഹുമാനിക്കുന്ന, അധരം കൊണ്ട് ബഹുമാനിക്കുന്നവരെ അല്ല കർത്താവിന് ഇഷ്ടം. അധരവും വായും മാത്രം അധരചർവണമായി ഒതുങ്ങുന്നെങ്കിൽ, അവിടെ ഹൃദയമില്ലെങ്കിൽ ദൈവമക്കളെ അത് വെറും അഭിനയമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വെറും അഭിനയമാണ്. സ്തോത്രം. അത് വെറും അഭിനയമാണ്. ആത്മീകത അഭിനയമാക്കാനുള്ളതല്ല, ആത്മീകത അനുഭവമാക്കാനുള്ളതാ. യേശുവിന്റെ അടുക്കൽ വന്ന് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, യേശുവിന്റെ നാമത്തിലാണ് ചെയ്തത്. പക്ഷെ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. വാഗൊണ്ട് ബഹുമാനിക്കുന്നവരെ കർത്താവ് അറിയുന്നില്ല. വാഗൊണ്ട് ബഹുമാനിക്കുന്നതിനപ്പുറം കർത്താവ് ആഗ്രഹിക്കുന്നു അവന്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്ന നിലയിലാണ്. ഹൃദയം പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക മാത്രമല്ലല്ലോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴല്ലേ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം, തുടക്കം, പ്രഥമ സ്റ്റെപ്പ് മാത്രമല്ല, ഹൃദയാർപ്പണത്തിലൂടെയാണെങ്കിൽ തുടർന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രയാണങ്ങൾ ഇത്രത്തോളം എത്തിയിട്ട് ഇന്ന് അവിടെ മാത്രമാണോ, നമ്മുടെ ഹൃദയം അവിടെ ഉണ്ടോ എന്ന് ഇന്ന് രാത്രി, ഈ സമയം, ഈ നിമിഷം ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ഒരു നിമിഷം ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ ഈ ദൂതിന് ഇന്ന് രാത്രി അർത്ഥം വരികയാണ്. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. യാഗങ്ങൾ ആലയത്തിൽ നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ
ദാവീദ് പറഞ്ഞു, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഭോജനയാഗം നീ ഇച്ഛിക്കുന്നില്ല. യാഗം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ദാവീദ് പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് യാഗങ്ങളല്ല, കാളയെ അറുക്കുന്നതല്ല, ആടിനെ അറുക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ യഹോവ നിരസിക്കുന്നില്ല. പ്രൈസല്ലോ. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും മാംസമല്ല, നുറുങ്ങിയ പശ്ചാത്താപമുള്ള ഹൃദയത്തെയാണെന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിഞ്ഞു. അതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവെ, ഞാൻ വർഷകാലം ഇത്രയായി വിശ്വാസ ജീവിതത്തിലെ പ്രയാണം ആരംഭിച്ചിട്ട് എനിക്ക് നിന്റെ ഇഷ്ടം അറിയാൻ, എന്നെ കുറിച്ചുള്ള നിന്റെ അടുത്ത ഇഷ്ടം അറിയാൻ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ അറിയാൻ, ഞാൻ എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നെന്ന് അറിയാൻ ഇന്ന് 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 എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഈ സമയം എത്ര പേർക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയും? നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 9:20 കൂടെ ഈ ചിന്തയോട് ചേർത്ത് വെച്ച് ഒന്ന് ചിന്തിക്കാം. 9:20, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു, അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഒന്നും കൂടെ വാക്യം ശ്രദ്ധിക്കണം. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു, അവരുടെ കൊറ്റിന് വരാതെ നിന്റെ മന്നയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ആത്മാവ് വേണം. അവരെ ഉപദേശിക്കേണ്ടതിന് ആത്മാവിനെ കൊടുത്തു. ആ വാക്യം ശ്രദ്ധിക്കണം. ആദ്യം അവരെ ഉപദേശിക്കേണ്ടതിന് നല്ല ആത്മാവിനെ കൊടുത്തു, എന്നിട്ട് അവരെ കൊറ്റിന്, അവർക്ക് മുട്ടുവരാതിരിക്കേണ്ടതിന് മന്നയും കൊടുത്തു, വെള്ളവും കൊടുത്തു. ഇന്ന് ഏറ്റവും ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് മന്നയ്ക്കും വെള്ളത്തിനും വേണ്ടിയാണ്. ഇസ്ലാം മക്കൾ തന്നെ മരുഭൂമിയിൽ യാത്ര ചെയ്യുക എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി പിറുപിറുത്തിട്ടുണ്ട്. ദൈവമക്കളെ ശ്രദ്ധിക്കണം. അവിടെ എവിടെങ്കിലും ആത്മാവില്ല, ആത്മാവിനെ വേണം. നേർനിലത്തിൽ നടത്താൻ, എന്നെ ഉപദേശിക്കാൻ, എന്നെ ശാസിക്കാൻ, എന്നെ നേർവഴിയിലേക്ക് തിരിച്ചു നടത്താൻ ആത്മാവ് ഇപ്പോൾ എന്നിലില്ല, എനിക്ക് വേണമെന്ന് എവിടെങ്കിലും ആരെങ്കിലും കരഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന് അവരവർ അപ്പത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, അവർ വെള്ളത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, അവർ ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ആത്മാവിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടത്തുന്ന ആത്മാവിന് വേണ്ടി അവരാരും കരഞ്ഞിട്ടില്ല. ഇത് ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ലൈഫിനോട് ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ച്, ഏറെക്കുറെ എല്ലാവരുടെയും ആവശ്യം ഭൗതികമാണ്, എല്ലാവരുടെയും ആവശ്യം അന്നമാണ്, ആഹാരമാണ്. അവിടെ എവിടെങ്കിലും എന്നെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തേണ്ടതിന് നിന്റെ നല്ല ആത്മാവ് എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാകും? മന്നയും വെള്ളവും കൊടുക്കുന്നതിന് മുമ്പ് അവരെ ഉപദേശിക്കേണ്ടത് നല്ല ആത്മാവിനെ കൊടുത്തു. അന്നേരം ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ഇഷ്ടം അവർ ഉപദേശത്തിൽ നടക്കണം, അവർ വചനത്തിൽ നടക്കണം, അവർ നേർവഴിയിൽ നടക്കണം. 85-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമുക്കറിയാവുന്നൊരു വാക്യമുണ്ട്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. അവിടെ വാക്യം ശ്രദ്ധിച്ചാൽ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത്, നീ നൽകുന്ന ദാനങ്ങളിലോ മന്നയിലോ കാടപ്പക്ഷിയിലോ പാറയിൽ നിന്ന് ഒഴുക്കപ്പെട്ട വെള്ളത്തിലോ മേഘസ്തംഭം ഉണ്ടായതിന്റെ പേരിലോ തണലുണ്ടായതിന്റെ പേരിലോ അതുകൊണ്ട് തുള്ളുകയല്ല, അതുകൊണ്ട് നൃത്തം ചെയ്യുകയല്ല, അതുകൊണ്ട് സാക്ഷ്യം പറയുകയല്ല, അതുകൊണ്ട് പാടുകയല്ല. നന്മ കിട്ടിയാൽ സാക്ഷ്യം പറയുന്നവർ എണ്ണ കൊണ്ട്, നന്മ കിട്ടിയാൽ നൃത്തം ചെയ്യുന്നവരുണ്ട്, നന്മ കിട്ടിയാൽ കൈയടിക്കുന്നവരുണ്ട്, നന്മ കിട്ടിയാൽ ആലയത്തിൽ വരുന്നവരുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നീ തരുന്ന നന്മയിലല്ല, നീ തരുന്ന വഴിയിലല്ല, നീ തുറക്കപ്പെടുന്ന അവസരങ്ങളിലല്ല, നീ തുറന്ന ഭാവിയിലല്ല, അതൊക്കെ ഇതിന്റെ പുറകാലെ വരും. അതെല്ലാം നന്മയും കരുണയുടെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും, അതെന്റെ പിറകെ വരും. പക്ഷേ ഭക്തൻ പറയും, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത്. അന്നേരം ഇവിടെ നമ്മൾ ട്രാക്ക് തെറ്റിയിട്ടുണ്ട്. ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവത്തിൽ ആനന്ദിച്ചിട്ടുള്ള, ദൈവത്തിൽ സന്തോഷിച്ചിട്ടുള്ള, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ചിട്ടുള്ള, അവന്റെ വഴി അന്വേഷിച്ചിട്ടുള്ള ഒരു തലമുറ അവിടുന്ന് മാറി ദൈവത്തിന്റെ ദാനത്തിൽ തൃപ്തിപ്പെടുകയും അതിനുവേണ്ടി അതിനെ മാത്രം ലക്ഷ്യമായി മാറ്റപ്പെടുകയും ചെയ്യുന്നത് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം. ഇവിടെ എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിന് വേണ്ടി ചലിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കുറഞ്ഞു. ദൈവത്തിന്റെ
ഇഷ്ടം ആണ് നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നടക്കുന്നെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ആത്മീക കോളത്തെ ഏറ്റവും വലിയ പരാജയം അവനവന്റെ ഇഷ്ടത്തിന് വേണ്ടി കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതാണെങ്കിൽ, ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന ഒരു ചുരുക്കം വരെ ഉള്ളെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്കറിയില്ല, തുറന്ന് സമ്മതിക്ക്, എനിക്കറിയില്ല, നിന്റെ ആത്മാവ് എന്നെ നേർവഴിക്ക് നടത്തണമേ. ഇയ്യോബിന്റെ പുസ്തകം, സമയം അധികം മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായത്തിൽ 5 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, ഇയ്യോബിന്റെ പുസ്തകം 42 5 ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. 6 വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. 5 വാക്യം, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അങ്ങ് ഒതുങ്ങി, അതിൽ തൃപ്തിപ്പെട്ട് അവിടെ അങ്ങ് തീരുകയല്ലായിരുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. ഇപ്പോഴോ, ഇന്നലകളിൽ ഞാൻ കേൾവി മാത്രമേ ഉള്ളായിരുന്നു, ഇന്ന് ഞാൻ കേട്ടുകൊണ്ട് മാത്രമേ ഇരിക്കുന്നല്ല, ഇപ്പോഴും അത്രയും തന്നെ ഇരിക്കുന്നല്ല, അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നല്ല. ഇപ്പോഴോ ഞാൻ എന്തു കേട്ടോ അതെല്ലാം ഞാൻ കണ്ണുകൊണ്ട് കാണുകയാണ്, എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. അതിനെന്താ ഗുണം? അതുകൊണ്ട് എന്തോ വ്യത്യാസം? 6 വാക്യം, ആകിയാൽ എന്നെ തന്നെ വെറുത്തു. എന്തുകൊണ്ടാണ് നമ്മെ വെറുക്കാത്തത്? 6 വാക്യത്തിൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്നത്. ഇതാണ് മാറ്റം. ഈ മാറ്റം എത്ര പേർക്ക് വരുന്നു? എത്ര പേർക്ക് ഈ മാറ്റം ഉണ്ടാകുന്നു? എന്തുകൊണ്ട്? അവനവനെ ബൂസ്റ്റ് ചെയ്യാനും അവനവന് അവസരത്തിനും അവനവന് സ്ഥാനത്തിനും അവനവന്റെ പേരിനും അവനവന്റെ പ്രശസ്തിക്കും അവനവന്റെ വലിപ്പത്തിനും വേണ്ടി ആത്മീക തലമുറയിൽ അനേകം പേർ വിരഞ്ഞോടുന്നു എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിൽ ഉത്തരമുണ്ട്. അവർ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ കാണേണ്ടത് കണ്ടിരുന്നെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇയ്യോബ് പറയുന്നത് കേട്ടത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴോ എന്റെ കണ്ണാൽ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു. ഞാൻ എന്നെ വെറുക്കിയ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. യെശയ്യാപ്രവചനം 6 അധ്യായത്തിൽ യഥാർത്ഥ കാഴ്ചപ്പാട് യെശയ്യാവ് കണ്ടു. 1, 2, 3, 4 അധ്യായത്തിൽ പ്രവാചക ശബ്ദമായി നിലകൊണ്ടത് സത്യമാണ്. ദൈവത്തിന്റെ നാവായി തീർന്നിട്ടുള്ളത് ശരിയാണ്. പക്ഷേ 6 അധ്യായത്തിൽ മഹത്വപൂർണനായ കർത്താവിന്റെ തേജസ്സിന്റെ സിംഹാസന ദർശനം യെശയ്യാവ് കാണുന്നു. മഹത്വപൂർണനായ കർത്താവിന്റെ തേജസ്സിന്റെ സിംഹാസനത്തിന്റെ മഹത്വ ദർശനം യെശയ്യാവ് കണ്ടു. യെശയ്യാവ് കണ്ടിട്ട് യെശയ്യാവ് ഇന്നലെ വരെ പ്രവചിച്ചത് പോലല്ല, സ്വന്തം തലയിലേക്ക് വെച്ച് പ്രവചിക്കുകയാണ്. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവൻ. ഇന്ന് മറ്റുള്ളവരെ നോക്കി പ്രവചിക്കാൻ, മറ്റുള്ളവർക്ക് ദൂത് പറയാൻ ആർക്കാ പറ്റാത്തത്? മറ്റുള്ളവരോട് വെളിപ്പാട് പറയാൻ, മറ്റുള്ളവരുടെ ദൂത് പറയാൻ എല്ലാവർക്കും പറ്റും. കഴിഞ്ഞ 4-5 അധ്യായം യെശയ്യാവ് അതാ ചെയ്ത്. കാണേണ്ടതുപോലെ മഹത്വത്തെ കണ്ടപ്പോൾ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന മാത്രമുള്ള മഹത്വത്തെ കാണേണ്ട പോലെ കണ്ടപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവൻ. ആരെങ്കിലും അവനവന്റെ തെറ്റ് കാണാതെ അതിനു പകരം അവരന്റെ തെറ്റുകൾ കാണുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നെങ്കിൽ, ഇന്ന് രാത്രി വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവർ കാണേണ്ട പോലെ കർത്താവിന്റെ മഹത്വം കണ്ടിട്ടില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മുടെ കുറവ് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ കാണേണ്ട പോലെ കർത്താവിനെ കണ്ടിട്ടില്ല, നമ്മൾ കാണേണ്ട പോലെ ദൈവമഹത്വം കണ്ടിട്ടില്ല. എഫെസ്യ ലേഖനം 2 അധ്യായം 3 വാക്യത്തിൽ പൗലോസിന്റെ ശക്തമായ ഒരു പ്രഖ്യാപനമുണ്ട്. 2:3, എഫെസ്യ ലേഖനം 2:3. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. 4 വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. എഫെസ്യർ 2:3 ശ്രദ്ധിച്ചു കേൾക്കണം. അവരിടയിൽ നാം എല്ലാവരും മുമ്പേ
നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. നിങ്ങൾ കുറെ പേര് പണ്ട് ജഡമോഹങ്ങളിൽ നടന്നു എന്നല്ല, തന്നെയും കൂടെ ചേർത്ത് FSCയിലെ മുഴുവൻ ആൾക്കാരുടെ കൂടെ തന്നെയും ചേർത്തു. ഞാൻ മറ്റാരേക്കാൾ എന്തോ ഗുണസവിശേഷതയുള്ളവനാ, ഞാൻ വെറും വ്യത്യസ്തനാണെന്ന നിലയിൽ മറ്റുള്ളവരെല്ലാം ജഡമോഹങ്ങളിൽ നടന്നു, ഞാൻ അങ്ങനെയല്ല എന്ന് പറയാൻ നിൽക്കുകയല്ല. നാം എല്ലാവരും കൊള്ളാത്തവരായിരുന്നു, നാം എല്ലാവരും വെറുക്കപ്പെട്ടവരായിരുന്നു, നാം എല്ലാവരും ജഡത്തിന്റെ ഇഷ്ടത്തിനും മനസ്സു തോന്നുന്ന വികാരങ്ങൾക്കും അടിമകളായി നടന്നവരായിരുന്നു. പ്രകൃതിയാൽ കോപം അല്ല, ദൈവത്തിന് നമ്മളോട് കോപമല്ലാതെ മറ്റൊന്നും തോന്നാൻ ഒരു വകയും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. 4-ാം വാക്യത്തിൽ അടുത്ത് പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. 2 കാര്യം അവിടെ പറയുന്നു. ദൈവത്തിന്റെ പ്രത്യേകത, നമുക്കൊരു പ്രത്യേകത ഇല്ലെന്ന് 3-ാം വാക്യം. നമ്മളെ കണ്ട കോപിക്കാനേ തോന്നൂ. അത്ര ജഡമോഹം, അത്ര മനോവികാരം, അത്ര തെറ്റ്, അത്ര അധപ്പതിച്ച അല്ലെങ്കിൽ പാപ സ്വഭാവത്തിൽ കിടന്നു. എന്നിട്ട് ദൈവത്തിന് നമ്മെ കണ്ട കോപിക്കാനുള്ള വകയല്ലാതെ ഒന്നും ഇല്ലായിരുന്നിട്ടും 4-ാം വാക്യത്തിൽ പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ആണെങ്കിൽ, എന്തെങ്കിലും നിലയിൽ ശുശ്രൂഷാ മേഖലയിലോ ഏതെങ്കിലും നിലയിൽ നമ്മൾ വ്യത്യസ്തരായി ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയാൻ ഉതകുന്ന ഏറ്റവും ശക്തമായ വാക്യമാണ് 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അവിടെ 2 കാര്യം എടുത്തു പറയുന്നു. മുമ്പേ നമ്മൾ ആയിരുന്നു, ഇപ്പോൾ കരുണയിലും സ്നേഹത്തിലുമായിരുന്നു. മുമ്പേ നമ്മൾ ജഡത്തിന്റെ മോഹത്തിലായിരുന്നു, മുമ്പേ നമ്മൾ ദൈവകോപത്തിന് മാത്രം അർഹതപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് എന്റെ മിടുക്കോ എന്റെ പ്രാപ്തിയോ എന്റെ കഴിവോ കൊണ്ടല്ല, കരുണയിലും സ്നേഹത്തിലും. കരുണ എന്താണെന്നറിയാമോ? കൃപ എന്താണെന്ന് നമുക്കറിയാം. കൃപ അർഹിക്കാത്തടുത്ത് ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനമാണെങ്കിൽ, കരുണ എന്നത് അർഹിക്കുന്നത് ദൈവം തരാതിരിക്കുന്നതാണ് കരുണ. അർഹിക്കുന്നത് തരാതിരിക്കുന്നതാണ് കരുണ. എന്താണ് അർഹിക്കുന്നത്? അർഹിക്കുന്നത് നമ്മുടെ കയ്യിലെ ജഡമോഹത്തിനും നമ്മുടെ മനോവികാരത്തിനും നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടവും കോപം നിമിത്തം ശിക്ഷയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ശിക്ഷിക്കപ്പെടേണ്ട സ്ഥലത്ത് അത് തരാതെ നമ്മെ രക്ഷിച്ചതിന്റെ പേരാണ് കരുണ. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം എന്ന് പറയുന്ന പ്രതിഫല ഇച്ഛയില്ലാതെ വണ്ണം നമ്മെ ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ നമ്മൾ എന്തെങ്കിലും ആകുന്നെങ്കിൽ, എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് പറ, എന്റെ മിടുക്കല്ല, എന്റെ കരവിരുതല്ല, എന്റെ പ്രാപ്തിയല്ല, എന്റെ കുടുംബ മഹിമയല്ല, എന്റെ കുലമഹിമയല്ല, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിയണം, ദൈവത്തിൽ ആനന്ദിക്കണം, ദൈവത്തിന്റെ ദാനത്തിലല്ല. 3 യോഹന്നാൻ 1-ാം വാക്യത്തിൽ, 3 യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ 3-ാം ലേഖനം 1-ാം വാക്യത്തിൽ, മൂപ്പനായി ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിനോട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താം ദൈവമക്കളെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. മൂപ്പനായി ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ ലേഖനം, യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം 1 മുതലുള്ള വാക്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നവർ. ഒരു പിതാവിനെ പോലെ ഏത് കാര്യത്തിലാണ് സന്തോഷിക്കുന്നതെന്ന് അറിയാമോ? ജഡസംബന്ധമായ സമ്പത്തിൽ നീ സുഖമായിട്ടിരിക്കുന്നു, വീടുള്ളതിൽ നീ സുഖമായിട്ടിരിക്കുന്നു, ആരോഗ്യത്തിൽ നീ സുഖമായിരിക്കുന്നു, സമ്പന്നതയിൽ നീ സുഖമായിരിക്കുന്നു, പുത്രസമ്പത്തിൽ നീ സുഖമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കണ്ട് സന്തോഷിക്കുന്നു എന്നല്ല പറഞ്ഞു തുടങ്ങുന്നത്. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. എന്നിട്ടാണ് അടുത്ത് പറയുന്നത്, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വാശിലെ കൂടെ പുറപ്പെ ശ്രദ്ധിക്കണേ. അന്നേരം എന്താണ് ആദ്യം ശുഭമായിരിക്കേണ്ടത്? നമ്മൾ ഒരു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥന, ദൈവമേ അവരെ അനുഗ്രഹിക്കണേ, തലമുറ അനുഗ്രഹിക്കണേ, അവരെ വീടിനെ അനുഗ്രഹിക്കണേ, ജോലി കൊടുക്കണമേ, നന്മ കൊടുക്കണമേ, എല്ലാ സകലവും നന്മ കൊടുക്കണമേ. പിന്മാറ്റത്തിൽ ഇരിക്കുമ്പോഴും യഥാർത്ഥ വിശ്വാസി അല്ലാതിരിക്കുമ്പോഴും നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നല്ലതാണ് വിശാല മനസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അവർ യഥാർത്ഥ ദൈവമല്ലാതെ, യഥാർത്ഥ വിശ്വാസി അല്ലാതെ, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയാതെ അവർ ഭൗതികത്തിൽ സുഖമായിരുന്നിട്ട് എന്താ പ്രയോജനം? ഈ ലോകത്തിലും ഭൗതികത്തിലും സകല നന്മയിലും സുഖമായിട്ടിരിക്കുകയും നിത്യത കൈമോശം വരികയാണോ നമ്മുടെ ലക്ഷ്യം? അങ്ങനെയെങ്കിൽ ആദ്യം യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് പോലെ ഗായോസിനോട് പറയുന്ന, പ്രിയനേ, എന്തിലാ ഞാൻ സന്തോഷിക്കുന്നത് അറിയാമോ? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ഒന്നാമത് ശുഭമായിരിക്കേണ്ടത് ആത്മീക മേഖലയാണ്, ആത്മീക മണ്ഡലമാണ്, ആത്മീക മേഖലയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും?
ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് കർത്താവെ എൻ്റെ ഇറങ്ങിയ കാലത്തെ പ്രാർത്ഥന ഇന്നുണ്ടോ? ഇറങ്ങിയ കാലത്ത് ദൈവപ്രവർത്തി ചുമൽ കൊടുക്കുന്നുണ്ടോ? ആത്മീക പോർക്കളത്തിൽ പോരാടുന്നതിൽ അന്ന് കാണിച്ച ശിക്ഷാന്തി എനിക്കൊന്നുണ്ടോ? ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രീതി ഇന്നും എനിക്കുണ്ടോ എന്ന് ഇന്ന് ഈ രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തിൽ ഒന്ന് ചോദിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ആത്മാവ് ശുഭമായിരുന്നില്ലെങ്കിൽ, ആത്മാവ് ശുഭമല്ലെങ്കിൽ എല്ലാം സുഖമായിട്ട് കാര്യമില്ല. ഒരു സുഖത്തിന് വേണ്ടി, ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഭൗതികത്തിന് വേണ്ടി മാത്രം അതെല്ലാം വേണം. വീട് വേണം, വസ്തു വേണം, ജോലി വേണം, സകലതും വേണം. നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യമേ കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പറ. 4-ാം വാക്യത്തിൽ യോഹന്നാൻ നിന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്നെ കേൾക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് പറയാൻ കഴിയും, കർത്താവെ സത്യത്തിൽ നടക്കുക, നിന്റെ ഇഷ്ടത്തിൽ നടക്കുക. എൻ്റെ തലമുറ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ സഹോദരങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം വേറെ ഒന്നും ഇല്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഒരു പാരമ്പര്യമായ നിലയിൽ പഠിച്ചു വെച്ച പാട്ട്, പഠിച്ചു വെച്ച പ്രാർത്ഥനാ രീതി, പഠിച്ചു വെച്ച സാക്ഷ്യപദങ്ങൾ, പഠിച്ചു വെച്ച നടത്തിക്കൊണ്ടുവന്ന അതേ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടുവന്ന അതിനെ ഒരു അണിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തൊരു പാരമ്പര്യ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു ദൈവത്തിന്റെ ഇഷ്ടത്തിലുള്ള ഒരു പുതുവഴിയിലൂടെ സഞ്ചരിക്കാൻ എത്ര പേർക്ക് തങ്ങളെ സമർപ്പിക്കാൻ കഴിയും? ഒരു സങ്കീർത്തന വായന, എക്സാമ്പിൾ പറഞ്ഞാൽ സങ്കീർത്തന വായന എന്ന് പറയുന്ന സ്ഥിര ശൈലി മാറ്റി വേറൊരു വാക്യം വായിച്ചപ്പോൾ അസ്വസ്ഥരാകുന്നവർ ഇന്നുമുണ്ട്. ഒരു ആത്മാവ് നയിക്കുന്ന ഒരു ആത്മീയ യോഗം, പരിശുദ്ധാത്മാവ് നടത്തിയ പണ്ടത്തെ കാലം പോലെ ഒരു ആത്മീക ശുഭകാലം ദൈവമേ എനിക്ക് തരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്യം കൊണ്ട് പറഞ്ഞിട്ട് എൻ്റെ സന്ദേശത്തിന് ഞാൻ ഉപസംഹരിക്കാം. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ ശക്തമായൊരു വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ആത്മാവ് പെടുത്തത് ഇങ്ങനെയാണ്: കൂശ്യന് തന്റെ ത്വക്കും, എത്യോപ്യക്കാരന് തന്റെ ത്വക്കും, പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ? ചോദിച്ചിനവാ എന്നാ അവിടെ അവസാനിക്കുന്നില്ല. എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? എന്താണ് ആ വാക്യത്തിന്റെ ദൂത്? എന്താണ് ആ വാക്യത്തെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്? എത്യോപ്യക്കാരന്റെ ത്വക്കിന്റെ നിറം മാറ്റാൻ കഴിഞ്ഞില്ലേലും, പുള്ളിപ്പുലിയുടെ പുള്ളിയും മാറ്റാൻ കഴിഞ്ഞില്ലേലും നമ്മുടെ ശീലം നമുക്ക് മാറ്റാൻ കഴിയും. ശീലം അതുപോലെ തുടരുന്നതല്ല നമ്മുടെ വ്യത്യാസം, നമ്മുടെ ഉണർവ്, നമ്മുടെ മാറ്റം, നമ്മുടെ വളർച്ച എന്ന് പറയുന്ന ശീലിച്ചതിൽ തന്നെ ആയിരിക്കുന്നതല്ല. നിന്റെ ശീലം മാറ്റാൻ കഴിയും. ശീലം മാറ്റാൻ കഴിയുമെന്ന് വചനം പറയുന്നെങ്കിൽ തണുപ്പ് ബാധിച്ച, ആത്മീക മൂല്യച്യുതി ബാധിച്ച ഏതെങ്കിലും ഒരു ആത്മീക മേഖല എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സുവിശേഷകന്റെ ആത്മദാഹത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ച ദൂതിൽ നിന്നുകൊണ്ട് പറയട്ടെ, നമുക്ക് ആ ശീലത്തിന് പുറത്തു വരാം. നമുക്ക് ആ തണുപ്പിൽ നിന്ന്, ആ മങ്ങി മയങ്ങിയ അവസ്ഥയിൽ നമുക്ക് പുറത്തു വരാം. വചനം പറയുന്നത്, എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. ശീലം മാറ്റാൻ കഴിയും. നമ്മുടെ ശീലങ്ങൾ നമുക്ക് മാറ്റാം. ഇന്ന് രാത്രി എത്ര പേർക്ക് കർത്താവേ നിന്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ പഠിക്കണം, കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് പഠിക്കണം. എനിക്ക് സന്തോഷിക്കേണ്ടത് എനിക്ക് പൊതുവുള്ള അറിവിലല്ല. കർത്താവെ ഞാൻ വാഗൊണ്ട് മാത്രം കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന, യോഗത്തിൽ കൂടുമ്പോൾ കൈയടിക്കുന്ന ബാക്കി ആത്മീക സ്വകാര്യ ജീവിതങ്ങളെല്ലാം തകർന്നു കിടക്കുമ്പോഴും 4 ആൾ കൂടുന്നിടത്ത് വളരെ നമുക്ക് ആരാധന കാണിക്കാൻ കഴിയും, അന്യഭാഷ പറയാൻ കഴിയും, തുള്ളാൻ കഴിയും, നൃത്തം ചെയ്യാൻ കഴിയും. അത് അതരം കൊണ്ട് ബഹുമാനിക്കുന്നവരെ ദൈവം ശ്രദ്ധിക്കുന്നില്ല. കർത്താവ് ദുഃഖിക്കുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ ദൂരത്ത് ഹൃദയം വെച്ചിട്ട് നിങ്ങളുടെ ആദരവും വായും കൊണ്ട് എൻ്റെ അടുക്കൽ വരുന്നത്, ആ കർത്താവ് അതിനെ വെറുക്കുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് ഇഷ്ടമെന്തെന്ന് മനസ്സിലായോ? നമ്മുടെ വാ മാത്രമല്ല, നമ്മുടെ ആദരകർവണം മാത്രമല്ല, ദീർഘസൂരമായി ഹൃദയം കൊടുക്കാനുള്ള പ്രാർത്ഥനയുടെ ദീർഘസമയ പ്രാർത്ഥനയല്ല, നമ്മുടെ ഹൃദയം കർത്താവ് ആഗ്രഹിക്കുന്നു. കാളയുടെ മാംസവും ആട്ടുകൊറ്റന്മാരുടെ മാംസത്തെക്കാൾ കർത്താവ് ആഗ്രഹിച്ചത് തകർന്നിരിക്കുന്ന ഹൃദയത്തെയാണ്. ഇന്ന് രാത്രി സങ്കീർത്തനക്കാരൻ മറച്ചു വെക്കാതെ പ്രാർത്ഥിച്ച പോലെ എത്ര പേർക്ക് തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ സമയം ഏത് സാഹചര്യത്തിൽ എവിടൊക്കെ എങ്ങനെ ഇരുന്ന പ്രാർത്ഥന വചനം ഈ സന്ദേശം കേട്ടെങ്കിലും ഇന്ന് രാത്രി ഒരുമിച്ച് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവമേ എനിക്ക് നിന്റെ ഇഷ്ടം പഠിക്കണം, എനിക്ക് അറിയില്ല, എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രി സന്ദേശം കേട്ട എല്ലാവരെയും
അത്തരത്തിൽ ദൂതിലേക്ക് ദൈവം നമുക്ക് ഒരുമിച്ച് മടങ്ങി വരാൻ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. ഇത്രത്തോളം സമയം അനുവദിച്ച് അവസരം നൽകിയ എല്ലാവർക്കും, വചനം കേട്ടവർക്കും നന്ദി പറയും. നിങ്ങൾ എന്നെ ഓർത്ത് ഇവിടെ ആയിരിക്കും ചുരുങ്ങിയ നാളുകളെ ഓർത്തും ശുശ്രൂഷയെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. സ്തോത്രം.